ഹലോ ഗൈസ്, ഇപ്പോൾ ഓണപരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമല്ലേ? ഇപ്പോൾ 10 ആയാലും പ്ലസ് ടു ആയാലും കോളേജ് ആയാലും ഏതായാലും 10ാം ക്ലാസ്സിന്റെ ഒക്കെ എക്സാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് നമ്മൾ ഉണ്ടാക്കിയാലും ഇപ്പോൾ എത്ര എ പ്ലസ് ഉണ്ടായാലും പ്ലസ് വണ്ണിക്ക് നല്ലൊരു സ്കൂൾ അഡ്മിഷൻ അത്ര അതിന്റെ മേലായിട്ട് 10ാം ക്ലാസ്സിൽ ഇനിയിപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയാലും അതിന്റെ ഒരു കാര്യം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കിപ്പോൾ 10ാം ക്ലാസ്സിന്റെ എനിക്ക് 5 എ പ്ലസ് ഉണ്ടായിരുന്നു, 4 എ ഉണ്ടായിരുന്നു. അതൊക്കെ ആകെ ഉപകാരപ്പെട്ടുള്ള കാരണം പ്ലസ് വണ്ണുക്ക് നല്ലൊരു സ്കൂൾക്ക് അഡ്മിഷൻ. അപ്പൊ അങ്ങനെ ആരും ടെൻഷൻ അടിച്ചിട്ട് അതായത് ഭയങ്കര സ്ട്രെസ് എടുത്തിട്ടൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മള് ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് 10ാം ക്ലാസ്സിന്റെ ആ ഒരു എക്സാമിന്റെ ലാസ്റ്റത്തെ ഒരു 1 വീക്ക് ഞാൻ എന്തായാലും പഠിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത്രയ്ക്ക് പഠിച്ചേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അതും പഠിച്ചായിരുന്നു കഴിഞ്ഞാല് നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടൂല. ജസ്റ്റ് പാസ്സായിട്ട് കാര്യമില്ല. പാസ്സായിട്ട് നേരെ നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടില്ല. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുടെ സ്കൂളിൽ പോയി പഠിക്കേണ്ടി വരും. അപ്പൊ നമ്മളൊരു പ്ലസ് ടു ലൈഫ് തന്നെ നമുക്ക് അവിടെ അവിടെ നഷ്ടപ്പെടുകയാണ്. നല്ലൊരു ഗവൺമെന്റ് സ്കൂളിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളി ചെക്കന്മാരും വൈബായിട്ട് നമുക്ക് പോവാം. അതേപോലെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്ലസ് ടുവിന്റെ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് ആകെ ഇടങ്ങേറാവും. കാരണം ആ എക്സാം എഴുതണമെങ്കിൽ തന്നെ ഒരു കൊല്ലം നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അത് എക്സാം ചെയ്തിട്ട് ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ ഇപ്പോഴും അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഏതോ ഒരു ഫേക്ക് ഇതിലാണ് പോയിട്ട് എഴുതിയിരിക്കണത്. പക്ഷെ അതിന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ പ്ലസ് ടു നിങ്ങൾ ജസ്റ്റ് പാസ് എങ്ങനെയെങ്കിലും കോളേജ് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ അഡ്മിഷൻ പൈസ കൊടുത്തിട്ട് നമുക്ക് ചേരാൻ കഴിയും. അപ്പോൾ പ്ലസ് ടു നിങ്ങൾ എങ്ങനെയെങ്കിലും ജസ്റ്റ് ഒന്ന് പാസ്സാവാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ ഫെയിൽ ആവാതെ എല്ലാ വിഷയവും ജസ്റ്റ് ഒന്ന് പാസ്സാവാനുള്ളൊരു മാർക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ കോളേജിന്റെ നോക്കുകയാണെങ്കിൽ കോളേജിൽ നിങ്ങൾ ഇനിയിപ്പോ പഠിക്കാതെ പൊട്ടുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മൊക്കെ പൊട്ടുക. നമ്മള് ലാസ്റ്റ് സെമ്മൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ലാസ്റ്റ് സെമ്മില് ഒരു സപ്ലി കിട്ടിയതാണ്. ലാസ്റ്റ് സെമ്മില് സപ്ലി ഇട്ടിട്ട് എല്ലാരും ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ എല്ലാരും സീരിയസ് ആയിട്ട് എല്ലാരും പഠിച്ച് ജയിച്ചു. ഞാൻ മാത്രം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ എഴുതി. അപ്പോ ഒരു കൊല്ലം അവിടെ നഷ്ടപ്പെടുകയാണ് കോളേജ് ലാസ്റ്റ് സെമ്മിലൊരു വിഷയം പോയേന്. അപ്പൊ എല്ലാരും മാക്സിമം ജസ്റ്റ് പാസ് ആവാനുള്ളത് ശ്രമിക്കുക. അല്ലാതെ ഭയങ്കര ടെൻഷൻ അടിച്ച് പഠിച്ചു ഇപ്പൊ കോളേജ് കഴിഞ്ഞു. കോളേജിൽ ഇപ്പൊ ഞാനിത് ആ വിഷയം എഴുതിയെടുത്തു. പക്ഷെ എനിക്കിപ്പോ ആ ഒരു എഴുതിയെടുത്തോണ്ട് ഇപ്പൊ വലിയൊരു കാര്യമൊന്നുമില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ ആണ് ഇപ്പൊ ചെയ്യണത്. അല്ലാതെ ഇപ്പോ പഠിച്ചൊരു സംഭവം ഇതൊക്കെ ഞാൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അഞ്ഞൊരു കോഴ്സ് എന്തെങ്കിലുമൊക്കെ നോക്കണം എന്നുള്ളതാണ് മൈൻഡില്. പക്ഷെ എല്ലാം നല്ലതിനാവും എന്നുള്ളത് പ്രതീക്ഷിക്കുക. പിന്നെ പ്ലസ് ടു പൊട്ടാതെ നോക്കുക. പ്ലസ് ടു പൊട്ടിയാലൊക്കെയാണ് ആകെ ഇടങ്ങേറ്. എല്ലാവരും കോളേജൊക്കെ അഡ്മിഷൻ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മള് ഒരു ചിലപ്പം പിന്നെ പഠിപ്പണി നിർത്തും ചിലവര്. ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട്. എന്നിട്ട് ഇപ്പൊ ഏതൊക്കെ കോഴ്സിന് പോയി ചേർന്നിട്ടുണ്ട്. കോളേജ് ലൈഫൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യണം. അതായത് നമുക്കിപ്പോ ആകെ പഠിക്കാൻ പറ്റുന്ന ടൈമുകൾ അതാണ്. 10ാം ക്ലാസ്, പ്ലസ് ടു, കോളേജ് ലൈഫ്. അപ്പോൾ എല്ലാവരും ഈ ഓണപരീക്ഷ ഒക്കെ നല്ലതായിട്ട് എഴുതുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടെൻഷൻ ആവില്ല വേണ്ട. നമുക്ക് ജയിക്കാനുള്ള മാർക്കുകളും കാര്യങ്ങളും സെറ്റപ്പ് ആക്കുക അതന്നെ. അപ്പോ എല്ലാവരും ഓണപരീക്ഷ നല്ല രീതിക്ക് എഴുതി. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോ ആരും ടെൻഷൻ അടിക്കാതെ നല്ല കൂൾ മൈൻഡിൽ പഠിക്കുക, എക്സാം എഴുതുക. അപ്പോ ഓക്കെ.